നമ്മൾ പ്രശമന ചികിത്സയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പ്രശമനത്തിൽ മനോമാലിന്യങ്ങൾ എന്നതിൽ നിന്ന് വിട്ട് ശരീര മാലിന്യങ്ങൾ, ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദോഷാവൃതങ്ങളായ ഏത് ദോഷങ്ങൾ കൊണ്ടാണോ രോഗങ്ങൾ ആവിർഭവിക്കുന്നത് അതിന് കാരണമായ മലങ്ങൾ ശരീരത്തിൽ നിറയും. ആ മലങ്ങളെയും നമ്മൾ ആ ദോഷത്തിന്റെ പേരിലാണ് അറിയുക. അതില് വാതികങ്ങളായ ദോഷങ്ങൾ, അതുപോലെ തന്നെ പൈത്തികങ്ങളായ ദോഷങ്ങൾ, അതുപോലെ തന്നെ കഫവികാരങ്ങളുടെ ദോഷങ്ങൾ. കഫവികാരങ്ങളിലുള്ള ദോഷങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ കഫത്തിന്റെ സ്ഥാനമായ ഉരസ് മുതലായ സ്ഥലങ്ങളിൽ നിറയുന്ന ദോഷങ്ങളെ ആനയിച്ചു കൊണ്ടുവന്ന്, പൂർവകർമ്മങ്ങളിലൂടെ ആനയിച്ചു കൊണ്ടുവന്ന് വായിലൂടെ പുറത്തേക്ക് കളയുന്ന പ്രക്രിയയെ വമനം എന്ന് വിളിക്കും. അപ്പൊ കഫദോഷങ്ങൾക്ക് വമനവും, പിത്തദുഷ്ടിക്ക് പൈത്തികങ്ങളായ വികാരങ്ങളിൽ പിത്തത്തിന്റെ സ്ഥാനമായ ഹൃദയത്തിനും അതുപോലെ തന്നെ നാഭിക്കും ഇടയിൽ അവിടെ കെട്ടിക്കിടക്കുന്ന പൈത്തികങ്ങളായ ദോഷങ്ങളെ, മാലിന്യങ്ങളെ ഓരോ പിത്തത്തിലും നിലനിൽക്കുന്ന മൊത്തത്തില് കോഷ്ടാന്തർഗതമായ പിത്തദുഷ്ടി, ഓരോ പിത്തം, ആലോചക പിത്തം, അങ്ങനെ വരുന്ന ആ പൈത്തിക ദുഷ്ടികൾ, ഇവയെല്ലാം പൂർവകർമ്മങ്ങളിലൂടെ സമന്വയിപ്പിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് വിരേചനത്തിലൂടെ പുറത്തേക്ക് കളയുന്നത് പൈത്തിക വികാര ശമനത്തിനും അതേപോലെ തന്നെ വാദവികാരങ്ങളുടെ ദോഷങ്ങൾ, വാദത്തിന്റെ സ്ഥാനമായ നാഭിക്ക് താഴെയുള്ള പ്രദേശങ്ങളിലേക്ക് അടിച്ചുകൂട്ടിക്കൊണ്ടുവന്ന് അവയെ വസ്തിയിലൂടെ പുറത്തു കളയുക. ഓരോ കോശങ്ങളിലും ഓരോ അവയവങ്ങളിലും ഇതിലേത് ദോഷങ്ങളാണോ കൂടുതലുള്ളത് അവയ്ക്ക് പര്യാപ്തങ്ങളായ ക്രിയകൾ അതാത് സ്രോതസ്സുകളിലൂടെ പുറത്തു കളയുന്ന പ്രക്രിയ. ഇതിങ്ങനെ വാദം, പിത്തം, കഫമെന്ന 3 ദോഷങ്ങൾ, അവയെ നിർമാർജനം ചെയ്യുന്നതിനുള്ള 3 ക്രിയകൾ: വമനം, വിരേചനം, വസ്തി. അതുകൂടാതെ ഊർധ്വാംഗങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന കഴുത്തിനു മുകളിലേക്ക് അവിടെ നിറഞ്ഞിരിക്കുന്ന മാലിന്യങ്ങളെയെല്ലാം പുറത്തു കളയുന്നതിന്, പ്രത്യേകിച്ചും ശിരസില് കിടക്കുന്ന ഓരോ കോശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ദോഷങ്ങളെയെല്ലാം ആനയിച്ച് കളയുന്നതിന് നസ്യവും, അതുകൂടാതെ രക്തത്തിൽ ധാതുവിലൂടെ രസം, മാംസം, മേധസ്, രക്തം മുതലായ തലങ്ങളിലേക്ക്, ആ രക്തത്തിലേക്ക് അടിഞ്ഞുകൂടിയതായ മാലിന്യങ്ങളെയെല്ലാം ആ ദുഷിച്ച തലങ്ങളിൽ നിന്ന് പുറത്തു കളയുവാൻ പൂർവകർമ്മങ്ങൾ കൊണ്ട് അതിനെ വേർപെടുത്തി മാലിന്യങ്ങളെ പൂർണ്ണമായും പുറത്തു കളയുന്നതിന് രക്തമോക്ഷമെന്ന് പറയും. രക്തമോക്ഷത്തെ പ്രായേണ ആചാര്യന്മാർ ശസ്ത്രക്രിയാ വിഭാഗത്തിലാണ്, ശല്യ ചികിത്സയിലാണ് പെടുത്തിയിട്ടുള്ളത്. അതിനെ പഞ്ചകർമ്മങ്ങളിൽ പെടുത്തേണ്ടതില്ലെന്ന് ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട്. രക്തമോക്ഷം പഞ്ചകർമ്മത്തിൽ ഉൾപ്പെടുന്നില്ലെങ്കിൽ വസ്തിയെ 2 തരത്തിൽ തിരിച്ച് 5 കർമ്മങ്ങളാക്കുന്നുവെന്നും നാം നേരത്തെ കാണുകയുണ്ടായി. ഇനി നമുക്ക് ഓരോ കർമ്മത്തെയും പ്രത്യേകം എടുത്ത് നോക്കാം. ആദ്യമായി കഫ ദൂഷിതങ്ങളായിരിക്കുന്ന ശരീരഭാവങ്ങളെ നിർമാർജനം ചെയ്യുന്നതിന്, ആ ഭാവങ്ങളിൽ നിന്ന് ദോഷദൂഷിതങ്ങളായ മാലിന്യങ്ങളെ നിർമാർജനം ചെയ്യുന്നതിന് പര്യാപ്തമായ വമനം എന്ന ക്രിയ. വമനം ചെയ്യുന്നതിന് മുമ്പ് വമനത്തിന് വിധേയനാകുന്ന രോഗിയുടെ നില അറിയേണ്ടതുണ്ട്. രോഗി വമനത്തിന് അധികാരിയാണോ? വമനത്തിന് മുമ്പ്
പ്രാകർമ്മങ്ങളുണ്ട്, പൂർവകർമ്മങ്ങൾ. അവയെല്ലാം എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഏത് പൂർവകർമ്മങ്ങളിലൂടെയാണ് വമനത്തിന് വിധേയനാകുന്നവന്റെ ദോഷങ്ങളെ മുഴുവൻ ആനയിച്ചു കൊണ്ടുവരേണ്ടത്? ഇതും പരിഗണിക്കേണ്ടതുണ്ട്. വമനത്തിന് മുമ്പുള്ള പൂർവകർമ്മങ്ങൾ സേകം, പിചു, കർണപൂരണം, ഇങ്ങനെ അഭ്യംഗത്തിന്റെ പല തലങ്ങളുണ്ട്. വമനത്തിന് മുമ്പ് അഭ്യംഗം, സ്നേഹപാനം, സ്വേദനം, ഇവയെല്ലാം ചെയ്യണം. സ്നേഹനം, സ്വേദനം, സ്നേഹപാനം, ഇങ്ങനെ പൂർവകർമ്മങ്ങളുണ്ട്. ആ പൂർവകർമ്മങ്ങളിൽ ഒന്നാമത്തതായ സ്നേഹനം, അഭ്യംഗം, ശരീരത്തെ നല്ലതുപോലെ എണ്ണ തേപ്പിച്ച് മാലിന്യങ്ങളെ മുഴുവൻ ആനയിച്ച് കൊണ്ടുവരണം. എന്തിനാണ് എണ്ണ തേക്കുന്നത്? പ്രാചീനരുടെ ഒരു വിശ്വാസം മാത്രമായിരുന്നു എണ്ണ തേപ്പെന്നും അതിൽ കാര്യമായ പ്രയോജനമൊന്നുമില്ലെന്നും അടുത്ത കാലത്തെ ശാസ്ത്ര പുരോഗതിയിൽ ആളുകൾ വിശ്വസിച്ചിരുന്നു. അഥവാ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ ആചാര്യന്മാർ അതിലൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞ് പരമ്പരയ അനുഷ്ഠിച്ചു പോന്ന ഒരു ആചാരത്തെ അതൊരു അന്ധവിശ്വാസം എന്ന നിലയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പലരും എണ്ണ തേപ്പ്, കൃത്യമായ കുടി, ഇവയൊക്കെ വെടിയാൻ പാശ്ചാത്യ തണുപ്പു രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന രീതിയിൽ ഈ ഉഷ്ണമേഖലാ രാജ്യത്ത് പെരുമാറുവാൻ ഇടയാവുകയും ചെയ്തതിന്റെ പരിണത ഫലം അനേക തലമുറയിലൂടെ അനുഷ്ഠിച്ചു പോന്ന സാൽമ്യം വന്ന ഒരു പ്രക്രിയയെ നിർത്തിയതിന്റെ മാനസികവും ശാരീരികവും അതുപോലെ തന്നെ അവനിലെ ജനിതക സ്മൃതിയിൽ കിടക്കുന്ന ഭാവങ്ങളെ നിഷേധിച്ചു എന്നതും ചേർന്ന് വൈകല്യങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. ഈ രണ്ട് ദേശങ്ങളുടെയും സ്വഭാവ സവിശേഷതകളെ പരിഗണിക്കാത്ത പരീക്ഷണശാലയിലെ പരീക്ഷണങ്ങളെ മാത്രം അവലംബിച്ച് ശാസ്ത്രനിഷ്ണാതന്മാരുടെ വാക്കുകളിലൂടെ നീങ്ങുക വഴി ശരിയായ സമഗ്രമായ ഒരു ശാസ്ത്രത്തിന്റെ വികാസത്തിന് തടസ്സവും ഈ രാജ്യത്തുണ്ടായി. അതിനേക്കാളുപരി ഒട്ടേറെ ആധുനികങ്ങളായ രോഗങ്ങൾക്ക് ഈ രാജ്യം വിധേയമായി. അവയ്ക്കുള്ള ഔഷധങ്ങളും അവയ്ക്കുള്ള പരിഹാര മാർഗങ്ങളും അവയെ പരിഹരിക്കാനുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന പ്രാഥമികങ്ങളായ അറിവുകളും ഈ രാജ്യം ഇറക്കുമതി ചെയ്യേണ്ടി വന്നു. ഒന്ന്, രോഗങ്ങൾ ഉണ്ടാകുന്നത് ഈ ദേശത്തിന്റെ പ്രത്യേകതയാണ്. ഇതിനെക്കുറിച്ചുണ്ടാകുന്ന പരീക്ഷണ നിരീക്ഷണങ്ങൾ ഒരു അന്യദേശത്ത്, അതിന്റെ അറിവുകളെ രൂപാന്തരപ്പെടുത്തുന്ന പണ്ഡിതന്മാർ അന്യരാജ്യക്കാർ. അറിവ് ഇറക്കുമതി ചെയ്യേണ്ടി വരിക, അതിന്റെ വിതരണത്തിന് വേണ്ടുന്നതായ സാധന സാമഗ്രികൾ അത്രയും അന്യരാജ്യത്തു നിന്ന് കൊണ്ടുവരിക, അത് ഈ രാജ്യത്തിന്റെ പ്രത്യേകതകളെ അവലംബിക്കാതെ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ നിന്നുണ്ടായ ഔഷധങ്ങളെ അവലംബിക്കുക, ആ ഔഷധങ്ങളുടെ വിനിമയത്തിന്റെ നിയമങ്ങളിലൂടെ ഒട്ടേറെ ധനം ആ രാജ്യങ്ങളിലേക്ക് തന്നെ കടന്നുപോവുക. ഇങ്ങനെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളിലെ വ്യാവസായിക താൽപര്യങ്ങളും ചേർന്ന് ആധുനിക ജീവിതം ഒരു വിഷമവൃത്തത്തിലെത്തുവാൻ ഇന്ന് കാരണമായി തീർന്നിട്ടുണ്ട്. ഈ ദശാസന്ധിയിലാണ് ആയുർവേദ ശാസ്ത്രത്തെയും അതിന് കൂടെ ഉണ്ടാകുന്ന പഞ്ചകർമ്മത്തെയും അതിനോടൊപ്പം തന്നെ അതുകൂടി ഒരു വ്യാവസായിക സാധ്യതയിലേക്ക് വികസിപ്പിക്കുവാൻ പാശ്ചാത്യ കമ്പനികൾ നടത്തുന്ന ശ്രമത്തെയും പണ്ട് നിഷേധിച്ചിരുന്നതിനെ ഇന്ന് ശാസ്ത്രീയമായി മാധ്യമങ്ങളിലൂടെ ഒട്ടേറെ കാര്യങ്ങൾ നൽകി അവതരിപ്പിച്ച് വലുതാക്കുന്ന രീതിയെയും ഒക്കെ ചേർത്ത് വെച്ച് കാണാൻ ഇത് വളരെ വിപുലമായ ഒരു വിഷയത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യും.